ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു ഒളിമ്പിയാഡിന്റെ. ഇന്ന് നമ്മൾ ആനിമൽസിന്റെ ബാക്കി 5 ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് 6th ക്വസ്റ്റ്യൻ ആണ് ഇത്. W is the longest migratory bird. Which of the following is W? അതായത് W എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അപ്പൊ ഈ W എന്ന് വെച്ചാൽ നമുക്ക് എന്തെന്ന് അറിയില്ല. അപ്പൊ ആ W ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൈഗ്രേറ്ററി ബേർഡ്. അപ്പം ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൈഗ്രേറ്ററി ബേർഡ് ഏതാണെന്നാണ് ഇതില് ഇൻഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്: സാൽമൺ, ലോക്കസ്റ്റ്, ബ്ലൂ വെയിൽ, ആർട്ടിക് റെയിൻ. എന്റെ മൈഗ്രേഷന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇതിന്റെ ആൻസർ ആർട്ടിക് റെയിൻ ആണ്. ആർട്ടിക് റെയിൻ ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൈഗ്രേഷൻ നടത്തുന്നത്. 71,000 കിലോമീറ്റർ ആണ് ആർട്ടിക് റെയിൻ എല്ലാ വർഷവും മൈഗ്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ 71,000 ഒറ്റ സ്ട്രെച്ചിലല്ല, 35,000ഉം 36,000ഉം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വർഷത്തിൽ 71,000 കിലോമീറ്റേഴ്സ് ആണ് ആർട്ടിക് റെയിൻ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്ന W ഏതാണ്? W is the longest migratory bird. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആർട്ടിക് റെയിൻ D ആണ്. ആർട്ടിക് റെയിൻ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7th ക്വസ്റ്റ്യൻ ആണ് ഇത്. A tadpole breathes through its, അതായത് ഒരു ടാഡ്പോള് അതിന്റെ ഏത് ഓർഗൻ വെച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലങ്സ്, ലെഗ്സ്, ഗിൽസ്, മോയിസ്റ്റ് സ്കിൻ. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ലങ്സ് വെച്ച് ബ്രീത്ത് ചെയ്യുന്നത് ഹ്യൂമൻസും പിന്നെ കരയിൽ ജീവിക്കുന്ന വേറെ ചില ജീവികളും, കാറ്റ്, ഡോഗ് അങ്ങനത്തെ ജീവികളാണ് ലങ്സ് വെച്ച് ബ്രീത്ത് ചെയ്യുന്നത്. പിന്നെ ഡോൾഫിനും വെയിലും ലങ്സ് വെച്ച് ബ്രീത്ത് ചെയ്യും, കാരണം അവർ മാമൽസ് ആണ്, വെള്ളത്തിൽ ജീവിക്കുന്നതേ ഉള്ളൂ. പിന്നെ ലെഗ്സ് വെച്ച് ബ്രീത്ത് ചെയ്യുന്ന ആരും ഇല്ല. പിന്നെ ഗിൽസ് വെച്ച് ബ്രീത്ത് ചെയ്യുന്ന ജീവികൾ ഫിഷ്, പ്രോൺസ്, ക്രാബ് അങ്ങനത്തെ ജീവികളൊക്കെ ഗിൽസ് വെച്ചാണ് ബ്രീത്ത് ചെയ്യുന്നത്. പിന്നെ ടാഡ്പോളും ഗിൽസ് വെച്ച് തന്നെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഗിൽസ് ആണ്. കാരണം ടാഡ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രോഗിന്റെ കുഞ്ഞാണ്. അത് കുഞ്ഞായിരിക്കുമ്പോൾ വെള്ളത്തിലായിരിക്കും ജീവിക്കുന്നത്. അത് അപ്പോൾ അതിന്റെ ഗിൽസ് വെച്ച് ബ്രീത്ത് ചെയ്യും. വലുതായി ഒരു അഡൽട്ട് ഫ്രോഗ് ആയി കഴിയുമ്പോൾ അത് വെള്ളത്തില് മോയിസ്റ്റ് സ്കിന്നിലും കരയില് ലങ്സിലുമാണ് ബ്രീത്ത് ചെയ്യുക. പിന്നെ ഡി മോയിസ്റ്റ് സ്കിൻ. മോയിസ്റ്റ് സ്കിന്ന് വെച്ച് ബ്രീത്ത് ചെയ്യുന്നത് അഡൽട്ട് ഫ്രോഗും